ഇന്നത്തെ പരിപാടി നമ്മുടെ ആനക്കോട്ടയില് നമ്മുടെ ആനകളുടെ വീഡിയോ എടുക്കലാണ് പരിപാടി. വ്ളോഗിങ് തുടങ്ങുകയാണ്. അപ്പോ ആനക്കോട്ടയിലെ രാവിലത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ 20 സബ്സ്ക്രൈബ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗിങ് തുടങ്ങുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ശങ്കരനാരായണ സജ്ജേട്ടൻ കൊണ്ടുവരുന്നു. പട്ട എടുക്കാനാണ് വരുന്നത് ശങ്കരനാരായണൻ. സജ്ജേട്ടനുണ്ട് കൂടെ. ശങ്കരനാരായണന്റെ ചട്ടക്കാരനാണ്. നമ്മുടെ ആനകൾക്ക് തണ്ണിമത്ത ഇറക്കിയിരിക്കുകയാണ്. ഇതിൽ നല്ലത് നോക്കുമ്പോൾ ആനകൾക്ക് കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് നമ്മുടെ ആനക്കുട്ടി വരുന്നത്. അയ്യപ്പൻ കുട്ടിയും അവൻ്റെ പാപ്പൻ ഗോകുലേട്ടനും കൂടി വരുന്നുണ്ട്. അപ്പൊ അവനൊന്നും ഒരു ചെറിയ നടത്തൊക്കെ ആയിട്ട് വീഡിയോയിൽ കിട്ടി നമുക്ക്. നമ്മുടെ ദേവ്യാനി വരുന്നുണ്ട് കേട്ടോ. ദേവ്യാനി പട്ട തങ്ങാൻ വേണ്ടിയിട്ട് വരുന്നില്ല. വരുന്ന ആനകളൊക്കെ ഓരോ ആനകൾക്ക് വേണ്ടി പട്ട എടുത്തിട്ട് പോകണമാണ്. പിന്നെ മലപ്പാടിൽ നിൽക്കണ ആനകൾക്ക് എടുത്തു കൊടുക്കും. നമുക്ക് മെല്ലെ ദേവ്യാനയുടെ അടുത്തേക്ക് നടക്കാം. ദേവ്യാനയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാമല്ലോ. അയ്യപ്പൻകുട്ടി ആനക്കോട്ടയിലെ ആദ്യത്തെ വഴി നടത്തം കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ വട്ടം വീണ്ടും വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണനാനക്കുട്ടി വന്നു കേട്ടോ. അവനും പട്ട എടുക്കാൻ വേണ്ടി വന്നാണ്.
ഒന്നാം പാപ്പാനായ നമ്മുടെ കണ്ണാട്ടൻ കുഞ്ഞിക്കണ്ണാട്ടനാണ്. അവനുള്ള വേണ്ട പട്ടകളൊക്കെ ഞങ്ങളേ അവിടെ ഒരുവിധം വേസ്റ്റൊക്കെ ഞങ്ങൾ ഒഴിവാക്കുന്നു. പാടി വെക്കാൻ പരമാവധി. ആനയുടെ മേലിരിക്കുന്ന നമ്മുടെ കുഞ്ചോട്ടനാണ്. പാറശ്ശേരി കുഞ്ചോട്ടൻ എന്നാണ് കോട്ടയിൽ അറിയപ്പെടുക. നേരെ ആനയുടെ അടുത്ത് നടക്കാം. നേരെ ചെന്നപ്പോൾ നമ്മുടെ ലക്ഷ്മി നാരായണനാണ് ആദ്യം കാണാൻ പറ്റിയത്. അവൻ്റെ കാഴ്ചകളാണിപ്പോൾ. കൊല്ലത്തല്ല കൊണ്ടോട്ടിയാ. ചന്ദ്രശേഖരൻ്റെ പിന്നാലെ അടക്കണ്ട്. ചന്ദ്രശേഖരൻ്റെ പിന്നാലെ നല്ലിനി അവിടെ വരെ ശങ്കരാനൻ്റെ ഒപ്പം നടക്കാം. സിദ്ധാർത്ഥ പരിപാടിക്ക് പോയില്ലോ. സിദ്ധാർത്ഥില്ല. നേരെ പോയപ്പോണ്ട് ഗജേന്ദ്രനാന പട്ടയൊക്കെ താങ്ങി അവൻ ഫുഡടി തുടങ്ങി. നടക്കട്ടെ അപ്പൊ ഗജേന്ദ്രന് നമുക്ക് വേറെ ഇടത്തേക്ക് പോവാം. നേരെ ബൽറാമിൻ്റെ അടുത്തേക്ക് വന്നു. ബൽറാമിനാണ് നല്ല മുതപ്പാടാണ്. ബൽറാമിനെ മുതപ്പാട് തുടങ്ങി. അപ്പൊ നീരിൽ കിട്ടിയവനെ ഭയങ്കര ഡാൻസാ. പിന്നെ ഒന്നും നോക്കിയില്ല, സജ്ജേട്ടൻ്റെ അടുത്തേക്ക് വന്നു. ശങ്കരനാരായണൻ്റെ അടുത്തേക്ക്. അതിൻ്റെ അടുത്ത് തന്നെ അപ്പുറത്ത് ഗോകുലാനെ നിൽക്കണ്ടായിരുന്നു. ഇന്ന് തൊട്ട് നമ്മൾ വ്ലോഗിങ് എടുക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുൽ ഗുരുവായൂർ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വ്ലോഗിങ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നന്ദനാനയുടെ അടുത്തേക്ക് പോവുക. അവിടെ നന്ദനാന കഴിയുന്നുണ്ട്. അപ്പോൾ നന്ദൻ്റെ അടുത്തേക്ക് പോവാം. നേരെ പോയപ്പോൾ അവിടെ നന്ദനാനയുടെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. ആനയുടെ തറി വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. നന്ദൻ്റെ സാരഥിമാരാണ്. ഈ ബ്ലാക്ക് ഷർട്ട് നന്ദൻ്റെ രണ്ടാം പാപ്പാനാണ്. ചേട്ടൻ്റെ പേര് അറുമുഖൻ എന്നാണ്. പിന്നെ ഈ ഓസ് പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ രാജേട്ടൻ. നന്ദനാനയുടെ ഒന്നാം പാപ്പാനാണ്. അപ്പോൾ നന്ദനാനെ കുളിപ്പിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നന്ദനെ കുളിപ്പിക്കാൻ നന്ദൻ കിടക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ അപ്പം അങ്ങനെ നന്ദൻ്റെ കുളിയൊക്കെ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത ഭാഗത്തുനിന്ന് അവൻ്റെ നല്ലൊരു വീഡിയോ എടുത്തു. നല്ല ഉറങ്ങി. അവൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി. പിന്നെ നോക്കിയപ്പോൾ സജ്ജേട്ടൻ പറഞ്ഞു ശങ്കരനാരായണനെ ഒന്ന് കുളിപ്പിക്കണം വായു എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ശങ്കരനാരായണൻ കിടക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് നമ്മൾ എത്തണത്. അപ്പോൾ ശങ്കരനാരായണൻ അങ്ങനെ കിടന്നു. ഇനി നമുക്ക് ശങ്കരനാരായണൻ്റെ പാപ്പന്മാർ ആനയെ കുളിപ്പിക്കുന്നത് കാണാം. ഇത് നമ്മുടെ ശശിയേട്ടനാണ് കേട്ടോ. കൊല്ലംകോടുള്ള ശശിയേട്ടനാണ്. നമ്മുടെ ശങ്കരനാരായണൻ്റെ സാരഥിയാണ്.
ഇത് നമ്മുടെ കണ്ണാട്ടൻ ദേവസ്വത്തിൽ കുറച്ച് കാലമായിട്ടുള്ളൂ ദേവസ്വത്തിൽ കയറിയിട്ട്. ചേട്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രൈവറ്റ് ചെർപ്പളശ്ശേരി ശ്രീ അയ്യപ്പൻ നാനയ്ക്ക് 1-ാം പാപ്പാനായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പണി കഴിഞ്ഞ് നേരെ ദേവസ്വത്തിലേക്ക് ജോലി കിട്ടി. അപ്പോൾ ശങ്കരനാരായണൻ്റെ അപ്പോൾ ഇടച്ചട്ടാണ്. ശങ്കരനാരായണൻ്റെ 2 പുറം കുളിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ തലക്കുന്നി കഴുകി കൊടുക്കുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ശങ്കരനാരായണനെ കുറച്ച് വെള്ളം കൊടുക്കണം നമ്മുടെ സജിയേട്ടൻ. എൻ്റെ 1-ാം പാപ്പാനാണ് സജിയേട്ടൻ. വർഷങ്ങൾക്ക് ശേഷം ഇവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. 2 കൊല്ലമായിപ്പോൾ. കഴിഞ്ഞ സീസൺ മുതൽ ആന പരിപാടിയൊക്കെ എടുത്തു തുടങ്ങി. അമ്പലത്തിൽ വിളക്കും കാര്യങ്ങളും പിന്നെ പൂരത്തിനും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ശങ്കരനാരായണൻ്റെ നല്ല വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട്